ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ ഫൈനലി ഞാൻ എൻ്റെ ഹസ്ബൻഡ് എടുത്തിട്ട് പോവാണേ. എൻ്റെ ഫാമിലിയും എൻ്റെ ഹസ്ബൻഡ് ഫാമിലി ഉണ്ടായിരുന്നു എന്നെ കൊണ്ടുവിടാൻ വേണ്ടി. ഞാൻ ചൂസ് ചെയ്ത ഫ്ലൈറ്റ് വന്നിട്ട് എയർ ഇന്ത്യയാണ്. ഫസ്റ്റ് നമ്മൾ ഈ കൊച്ചി ടു മുംബൈ, പിന്നെ മുംബൈ ടു ലണ്ടൻ ആയിരുന്നു നമ്മുടെ ഫ്ലൈറ്റ് വന്നിട്ട്. അപ്പോൾ 11 മണിക്കായിരുന്നു നമ്മുടെ ഫ്ലൈറ്റ്. അപ്പോൾ ഞങ്ങൾ ഒരു 8 ആയപ്പോൾ തന്നെ നമ്മൾ ചെക്കിങ് ചെയ്തു. പിന്നെ നമ്മുടെ സെക്യൂരിറ്റി ചെക്കിങ് എല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ ബോർഡിങ്ങിന് അങ്ങോട്ട് പോവാണ്. ഇത് ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് ആയതുകൊണ്ട് നമുക്ക് ഇമിഗ്രേഷൻ കാര്യങ്ങളൊന്നുമില്ല. ഇതാണ് കേട്ടോ എൻ്റെ ഡ്രസ്സ് വന്നിട്ട്. എൻ്റെ ഔട്ട്ഫിറ്റ് സ്റ്റുഡിയോന്നാണ്. നല്ല കംഫർട്ടായിട്ടുള്ള ഡ്രസ്സാണ് ഞാൻ ചൂസ് ചെയ്തത്. അത്ര വലിയ പ്രൈസൊന്നുമില്ല, പക്ഷേ ആണെങ്കിലും നമുക്ക് ഒട്ടും തണുപ്പൊക്കെ അടിക്കാത്ത അങ്ങനത്തെ തരം ഡ്രസ്സാണ് ഞാൻ ചൂസ് ചെയ്തത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പം നമ്മുടെ ബോർഡിംഗ് പാസ് കിട്ടിയ ടൈമിൽ നമ്മുടെ മുംബൈ ഫ്ലൈറ്റ് ഗേറ്റ് 3-ലാണെന്നാണ് അവർ പറഞ്ഞിരുന്നത്. പക്ഷേ അതിന് ശേഷം ഞാൻ ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന സമയത്ത് ജസ്റ്റ് വന്ന് ഇങ്ങനെ നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഗേറ്റ് 3 അല്ലായിരുന്നു, 4 ആയിരുന്നു. എന്തോ കാരണം കൊണ്ട് അവർ ജസ്റ്റ് ഗേറ്റ് ഒന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 11 മണിക്കായിരുന്നു നമ്മുടെ ഫ്ലൈറ്റ് വന്നിട്ട്. സാധാരണ 1 മണിക്കൂർ മുന്നേ നമ്മുടെ ബോർഡിങ് തുടങ്ങേണ്ടതായിരുന്നു. പക്ഷേ അവരൊരു 10 മിനിറ്റ് മുന്നെയാണ് തുടങ്ങിയത്. അതിനോട് നമ്മൾ കുറേ നേരം നോക്കിയിരുന്നു. അധികം ആൾക്കാരില്ലായിരുന്നു. കൂടുതലും പേര് ആൾക്കാർ നോർത്ത് ഇന്ത്യൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. മലയാളീസൊക്കെ കുറവായിരുന്നു. എന്തായാലും അങ്ങനെ 10 മിനിറ്റിന് ശേഷം നമ്മുടെ ബോർഡിങ്ങൊക്കെ തുടങ്ങി. ഞാൻ അപ്പോൾ തന്നെ നല്ലതായിട്ട് മടുത്ത്, എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നോക്കിയിരുന്ന് ബോർഡിങ്ങായി. ഇങ്ങനെ നമ്മൾ ഫ്ലൈറ്റിലേക്ക് കയറാൻ പോവാണേ. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ സത്യം പറഞ്ഞാൽ. ഹസ്ബൻഡിനെ കാണുന്ന 4-5 മാസത്തിന് ശേഷമാണ് ഞാൻ ശരിക്കും പുള്ളിനെ കാണാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇതാണ് നമ്മുടെ ഫ്ലൈറ്റ്, എയർ ഇന്ത്യ. അപ്പം നമ്മൾ ക്യൂ ഒക്കെ നിന്ന് കാര്യം പറഞ്ഞാൽ എയർ ഇന്ത്യയിലേക്ക് കയറി കേട്ടോ. അത്യാവശ്യം നല്ല സർവീസ് കാര്യങ്ങളുടെ ആയിരുന്നു. മുമ്പ് ഞാൻ ദുബായിലായിരുന്ന സമയത്ത് പലതവണ എയർ ഇന്ത്യ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്ക് അത്ര സർവീസും അവരുടെ ഫ്ലൈറ്റ് കാര്യങ്ങളും എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇതെന്തോ നല്ല സർവീസായിരുന്നു കേട്ടോ. സീറ്റും എല്ലാ കാര്യങ്ങളും നല്ലതായിരുന്നു. നമുക്കിതിനകത്തൊരു ഫുഡ് ഉണ്ടായിരുന്നു. അത് വന്നിട്ട് ചെറിയ 2 കള്ളപ്പവും പെപ്പർ ചിക്കനും പിന്നെ ഒരു സ്നാക്കും കേക്കും വെള്ളമാണ് ഉണ്ടായിരുന്നത്. ഫുഡ് അത്ര രസമുണ്ടായിരുന്നില്ല. പക്ഷേ എനിക്ക് വിശന്നിട്ട് നന്നായിട്ട് കഴിച്ചു. കള്ളപ്പം ഭയങ്കര ഹാർഡായിരുന്നു. പെപ്പർ ചിക്കനൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ അതിന് ശേഷം നമ്മളൊരു കോഫി കുടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ലാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. 1:25-നായിരുന്നു നമ്മുടെ ലാൻഡിങ്. ലാൻഡിങ്ങൊക്കെ വളരെ സ്മൂത്തായിരുന്നു. അതിനുശേഷം നമ്മൾ മുംബൈ എയർപോർട്ടിലെത്തി. എയർപോർട്ട് ഭയങ്കര വലുതാണ് കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് മുംബൈ എയർപോർട്ടിൽ വരുന്നത്. ഭയങ്കര വലിയ എയർപോർട്ടാണ്. ഒത്തിരി നടക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ വന്നിട്ട് നമ്മൾ വീണ്ടും ചെക്ക് ഇൻ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് കണക്റ്റഡ് ഫ്ലൈറ്റ് ആയതുകൊണ്ട് അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. നമുക്ക് നേരത്തെ സെക്യൂരിറ്റി ചെക്കിങ് കഴിഞ്ഞ് ഇമിഗ്രേഷനിലേക്ക് പോകാമായിരുന്നു. ഇമിഗ്രേഷൻ ഇവിടെ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. നന്നായിട്ട് ക്യൂ ഒക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം ഞാൻ ഒത്തിരി ലാഗ് അടിക്കാതെ എല്ലാ കാര്യങ്ങളും ചെയ്തു. അതിനുശേഷം നമ്മൾ ഗേറ്റിലേക്ക് നടക്കണമായിരുന്നു കേട്ടോ. ഗേറ്റ് എത്രയാണെന്ന് ഫസ്റ്റ് ബോർഡിംഗ് പാസിലുണ്ടായിരുന്നില്ല. നമ്മൾ സ്ക്രീനിൽ നോക്കിയാണ് കണ്ടുപിടിച്ചത്. ഒത്തിരി നടക്കാനുണ്ടായിരുന്നു കേട്ടോ. ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് അതിൻ്റെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ 2 സൈഡിൽ ഫുള്ള് ഷോപ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് എന്ത് വേണമെങ്കിലും മേടിക്കാം. പക്ഷേ കുറച്ച് എക്സ്പെൻസീവ് ഒക്കെ ആയിരിക്കും. പിന്നെ ഗേറ്റ് നോക്കിയപ്പോൾ 73 എന്ന് കണ്ടുപിടിച്ചു. 73 അങ്ങ് എൻഡിലാണ് കേട്ടോ. നമ്മൾ നടന്ന് പിന്നെ നമുക്ക് ഇഷ്ടംപോലെ സമയമുണ്ട്. 5 മണിക്കൂറാണ് ലേ ഓവർ. അതുകൊണ്ട് ഇഷ്ടംപോലെ സമയമുണ്ട്. അങ്ങനെ നമ്മൾ ഗേറ്റിനവിടെ എത്തിയപ്പോൾ നല്ല ലൈറ്റിങ് കാര്യങ്ങളാണ് കേട്ടോ. ഇങ്ങനെ നല്ല വിരിഞ്ഞ പൂ, പിന്നെ മുട്ടിട്ട പൂ, ആ രീതിയിലാണ് അവർ ഇതൊക്കെ ചെയ്തിരിക്കുന്നത്. നല്ല രസമുണ്ടായിരുന്നു. നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. 73-ൽ അങ്ങനെ വന്നിരുന്നു. ഞാൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഒത്തിരി പേരും ഉറങ്ങിയിരിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് ഉറങ്ങണമെന്ന് സത്യം പറഞ്ഞാൽ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും, ഉറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. മേ ബി എക്സൈറ്റ്മെൻറ്റും കൊണ്ടൊക്കെ ആയിരിക്കും. നമ്മളെന്തായാലും ഉറങ്ങിയില്ല. പിന്നെ ഇങ്ങനെ ഓരോ കാര്യങ്ങളും നോക്കി കുറച്ച് നേരം ഫോണിൽ ചാർജ് ചെയ്തൊക്കെ ഇരുന്നു. എല്ലാ സ്ഥലത്തും പ്ലഗ് ചെയ്യാനുള്ള സ്ഥലങ്ങളുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ ബോർഡിങ് സ്റ്റാർട്ട് ചെയ്തു. ബോർഡിങ് തുടങ്ങിയ സമയത്ത് നമുക്കിങ്ങനെ കാറ്റഗറി അനുസരിച്ചിട്ടായിരിക്കും നമ്മൾ കയറ്റുന്നത്. പ്രായമായ ആൾക്കാരൊക്കെ ആദ്യം കയറ്റും, പിള്ളേരുള്ളവരൊക്കെ ആദ്യം കയറ്റും. അതിന് ശേഷമാണ് ബാക്കിയുള്ളവരെ കയറ്റാൻ തുടങ്ങുക. അങ്ങനെ ഇതാണ് നമ്മുടെ ഫ്ലൈറ്റ് കേട്ടോ. ഇതും എയർ ഇന്ത്യ തന്നെ, 2 എയർ ഇന്ത്യ ആയിരുന്നു. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിലേക്ക് പോയി. ഫ്ലൈറ്റിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ നമുക്ക് ഒരു ബ്ലാങ്കറ്റും ഹെഡ്സെറ്റും ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് വലിയ ഫ്ലൈറ്റാണ് കേട്ടോ. 3 ലെയറായിട്ട് വരുന്ന അങ്ങനത്തെ ഫ്ലൈറ്റായിരുന്നു. പക്ഷെ അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഈ സ്ക്രീനിന് ഇതുണ്ട്, നല്ല യൂസ്ഫുള്ളായിരുന്നു കേട്ടോ. പക്ഷെ ടച്ച് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ആണെങ്കിൽ നമുക്ക് അത്യാവശ്യം പാട്ട് കേൾക്കാനും സിനിമ കാണാനൊക്കെ പറ്റും. നമുക്കാണെങ്കിൽ ലാംഗ്വേജൊക്കെ ചൂസ് ചെയ്തിട്ട് കാണാമായിരുന്നു. എൻ്റെ അടുത്ത് 3 സീറ്റാണെങ്കിലും
അതിലൊരു സീറ്റേ ആളുണ്ടായിരുന്നുള്ളൂ കേട്ടോ. ചിലരൊക്കെ കിടന്നുറങ്ങുന്നുണ്ട് സീറ്റേൽ. എൻ്റെ അടുത്തൊരു ഈജിപ്ഷ്യൻ ചേട്ടൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കുറച്ച് നേരം പാട്ടൊക്കെ കേൾക്കാമെന്ന് പറഞ്ഞ് അതൊക്കെ ചൂസ് ചെയ്തു. പക്ഷേ ആണെങ്കിൽ ഭയങ്കര പാടാണ് കേട്ടോ. നമുക്ക് ടച്ച് വർക്ക് ചെയ്യാത്തതുകൊണ്ട് കുറച്ച് നേരം പാട്ടൊക്കെ കേട്ടിരുന്ന് പിന്നെ കുറച്ച് ബോറടിച്ചപ്പോൾ പിന്നെ അത് നിർത്തി. അതിനുശേഷം അവിടെ നല്ല ഫുഡും ഉണ്ടായിരുന്നു കേട്ടോ. രാവിലെ 6:25 നമ്മുടെ ഫ്ലൈറ്റ് വന്നിട്ട്. അതുകൊണ്ട് ഇത് നല്ല രസമുണ്ട് കേട്ടോ. സാധാരണ നമ്മുടെ ക്യാബിൻ ക്രൂസൊക്കെ വന്നിട്ട് അവർ ആയിരിക്കും മറ്റേ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളും കാണിക്കുന്നത്. പക്ഷേ ആണെങ്കിൽ ഇതെന്ന് പറഞ്ഞാൽ ഇതങ്ങനെയല്ലായിരുന്നു, വീഡിയോ ആയിട്ടായിരുന്നു കാണിച്ചത്. ഇന്ത്യയിലുണ്ടായിരുന്ന എല്ലാ മ്യൂസിക് അല്ല ഡാൻസിൻ്റെ ഇത് വെച്ചിട്ടായിരുന്നു ഇൻസ്ട്രക്ഷൻ. അത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഇതാണ് നമ്മുടെ രാവിലത്തെ ഫുഡ്. ബണ്ണും ബട്ടർ, ആപ്പിൾ ജ്യൂസ്, ബ്ലൂബെറി ഡേ യോഗട്ട്, പിന്നെ എന്തായിരുന്നു ഓംലേറ്റ്, സോസേജ്, പിന്നെ അതിൻ്റെ കൂടെ ഒരു കോണൊക്കെ ഇട്ടൊരു സാലഡ് പോലൊരു സംഭവം. ഈ ബണ്ണും ബട്ടറും ഭയങ്കര തണുപ്പായിരുന്നു കേട്ടോ. അതെന്തിനാ ഈ തണുപ്പ് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ കുഴപ്പമില്ലായിരുന്നു, അത്യാവശ്യം ഓക്കേഷായിട്ടുള്ള ഫുഡായിരുന്നു. പക്ഷേ അങ്ങ് ഒത്തിരി സൂപ്പറാണെന്ന് ചോദിച്ചാൽ അല്ല. പിന്നെ അതുപോലെ തന്നെ ഈ സോസേജ് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെയുള്ള മറ്റേ കിഴങ്ങിൻ്റെ എന്തോ ഒരു ഫ്രൈ ഇല്ലുണ്ട്, ആ ഫ്രൈ ഞാൻ അത്ര കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ട്രാവൽ ചെയ്യുമ്പം പൊട്ടറ്റോ ഒന്നും അത്ര ചിലപ്പോൾ നന്നായൊന്നും വരത്തില്ല. പക്ഷേ വ്യൂ ഒക്കെ ഭയങ്കര സൂപ്പറായിരുന്നു കേട്ടോ. ഞാൻ 2 ഫ്ലൈറ്റിനും അവിടുന്ന് തന്നെ കൊച്ചിയിൽ നിന്ന് തന്നെ സൈഡ് സീറ്റ് ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതുണ്ട്, ഇത് നല്ല രസമുണ്ട്. ഇത് മറ്റേ സ്ക്രീനേൽ നമ്മുടെ ഫ്ലൈറ്റ് എവിടം വരെയായി, ഇനി എത്ര ദൂരമുണ്ട്, എത്ര ടൈം എടുക്കും, പിന്നെ നമ്മൾ ഏതൊക്കെ കൺട്രി കൂടെയാണ് പാസ് ചെയ്ത് പോകുന്നത്, അങ്ങനെ എല്ലാ കാര്യങ്ങളും, പിന്നെ അവിടുത്തെ ടൈം കാര്യങ്ങൾ, അങ്ങനെ എല്ലാ കാര്യങ്ങളും അവർ കാണിക്കുന്നുണ്ടായിരുന്നു. ഇതെനിക്ക് ഭയങ്കര യൂസ്ഫുള്ളായിരുന്നു കേട്ടോ. ഇത് നോക്കി നോക്കി ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. പിന്നെ കുറേ അങ്ങ് പോയി കഴിഞ്ഞപ്പം ഏതോ മഞ്ഞൊക്കെ വീണ കുറേ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടു കേട്ടോ. എവിടാണെന്ന് നമുക്കറിയത്തില്ല, പക്ഷെ നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഈ ഫ്ലൈറ്റിൽ ഞാൻ കുറച്ച് നേരം ഉറങ്ങി കേട്ടോ. അങ്ങനെ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ടൊരു ഉറക്കവും കാര്യങ്ങളും കിട്ടില്ല. അതുകൊണ്ട് ഇത് കണ്ടോ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ആയിരുന്നു. അങ്ങനെ അവസാനം ഉച്ചയ്ക്കത്തെ ഫുഡ് നമ്മുടെ എത്തിയേ. അതിനകത്ത് ഗുലാബ് ജാമും പാസ്തയും ബണ്ണും ബട്ടറും വെള്ളവും പിന്നെ റൈസും ഒക്കെ ഉണ്ടായിരുന്നു. ഞാനെല്ലാം നോൺ വെജ് മീലാണ് കേട്ടോ ചൂസ് ചെയ്തത്. ഇതിനകത്ത് ജീര റൈസ്, ചിക്കൻ, പിന്നെ എനിക്ക് തോന്നുന്നു പരിപ്പ് കറിയോ ദാൽ കറി എന്തോ ആണ്. അങ്ങനെ നമ്മൾ അവസാനം ഇവിടെ ലണ്ടനിലെത്തി കേട്ടോ. ഇത് ലണ്ടൻ്റെ വ്യൂ ആണ്. അങ്ങനെ ലാൻഡ് ചെയ്യാൻ ഭയങ്കര പാടായിരുന്നു. കാരണം എന്താ വെച്ചാൽ ഒന്നാമത്തെ ക്ലൗഡും പിന്നെ റെയിനിയും ഒക്കെ ആയിരുന്നു. ഫൈനലി നമ്മളങ്ങനെ ലാൻഡ് ചെയ്തു കേട്ടോ. എനിക്ക് ഭയങ്കര പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര സന്തോഷമാണ് കേട്ടോ. അങ്ങനെ എല്ലാ കാര്യം ഇമിഗ്രേഷനൊക്കെ ഭയങ്കര സ്മൂത്തായിരുന്നു. നമ്മൾ ബാഗൊക്കെ കളക്ട് ചെയ്യാൻ നിൽക്കുമായിരുന്നേ. ഇതുണ്ടോ ബാഗ് ഇങ്ങനെ നമുക്കിങ്ങനെ വരും, നമുക്കത് നമ്മുടെ ബാഗ് നോക്കിയിട്ട് കളക്ട് ചെയ്യാം. അങ്ങനെ നമ്മുടെ ബാഗൊക്കെ കിട്ടി. അവസാനം ഇച്ച വന്നു. ഇച്ച എനിക്ക് റോസൊക്കെ ആയിട്ടാണ് വന്നത്, ഫ്ലവറൊക്കെ തന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ തന്ന് അങ്ങനെ ഞങ്ങളിങ്ങ് പോന്നു. അങ്ങനെ അവിടുന്ന് ഇച്ച താമസിക്കുന്ന സ്ഥലവും എയർപോർട്ടും തമ്മിൽ ഏകദേശം 1 hour ഡിഫറൻസ് ഉണ്ട് കേട്ടോ. അങ്ങനെ പോരുന്ന വഴിക്ക് തന്നെ ഞങ്ങൾ കേരള ഹബിൽ നിന്ന് ഫുഡ് കഴിച്ചു. ഞാൻ സീ ഫുഡ് ചട്ടിച്ചോറും ഇച്ച മട്ടൻ ബിരിയാണി ആയിരുന്നു കഴിച്ചിരുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് 2 പേർക്കും ഇഷ്ടപ്പെട്ടു. രണ്ടും നല്ലതായിരുന്നു. പിന്നെ ഭയങ്കര തണുപ്പായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല തണുപ്പായിരുന്നു. ഇതാണ് നമ്മൾ താമസിക്കുന്ന സ്ഥലം. അടുത്തടുത്തെല്ലാം വീടുകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പം നമുക്ക് നമ്മുടെ നെക്സ്റ്റ് വീഡിയോ കാണാം കേട്ടോ. ഓക്കെ ബൈ.